കുന്നംകുളം കാണിപ്പയ്യൂർ യൂണിറ്റി ആശുപത്രി സ്ഥാപകൻ മോഹനവർമ്മ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. എറണാകുളം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. വിട പറയുന്നത് കുന്നംകുളത്തിന്റെ ആരോഗ്യരംഗത്ത് സമാനതകളില്ലാത്ത ഇടപെടൽ നടത്തിയ പ്രതിഭ. തിരുവല്ല നെടുമ്പ്രം കൊട്ടാരത്തിൽ രവിവർമ്മ തമ്പുരാന്റെയും നെടുമ്പ്രം കൊട്ടാരത്തിൽ സുഭദ്ര തമ്പുരാട്ടിയുടെയും മകനായി 1942 ജനുവരി 19 ഡോക്ടർ രവിവർമ്മ മോഹനവർമ്മ ജനിച്ചത്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS-ഉം MS-ഉം സ്വന്തമാക്കിയ അദ്ദേഹം പേരൂർക്കട സർക്കാർ ആശുപത്രിയിലെയും തൃശൂർ സർക്കാർ ആശുപത്രിയിലെയും അസിസ്റ്റന്റ് സർജനായുള്ള പരിശീലനത്തിന് ശേഷം 1973 ചൂണ്ടൽ സെന്റ് ജോസഫീസ് മിഷൻ ആശുപത്രിയിൽ അസിസ്റ്റന്റ് സർജനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. തുടർന്ന് 1983 കാണിപ്പയ്യൂരിൽ യൂണിറ്റി ആശുപത്രിക്ക് അദ്ദേഹം തുടക്കമിട്ടു. തുടർന്നങ്ങോട്ട് അദ്ദേഹത്തിന്റെ ചികിത്സാ മികവിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ബലമായി വളർച്ചയുടെ പടവുകൾ കയറിയ യൂണിറ്റി ആശുപത്രി ഇന്ന് മേഖലയിലെ മികച്ച ആതുരാലയമായി മാറിയതിൽ ഡോക്ടർ വർമ്മ വഹിച്ച പങ്ക് നിസ്തുലമാണ്. കാണിപ്പയ്യൂർ യൂണിറ്റി ആശുപത്രിയെ ഒരു ചികിത്സാ സ്ഥാപനമെന്നതിലുപരി സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ മോഹനവർമ്മ വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല. രോഗികൾക്ക് ചികിത്സ നൽകുക എന്നതിലുപരി ആശ്വാസവും ആത്മവിശ്വാസവും നൽകണം എന്ന ചിന്തയായിരുന്നു അദ്ദേഹത്തെ വേറിട്ടതാക്കിയത്. ആശുപത്രിയുടെ വളർച്ചയ്ക്കൊപ്പം സമൂഹവുമായി ചേർന്ന് നിന്ന നിരവധി പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. വർഷങ്ങളായി ചികിത്സയുടെ ലോകത്ത് മനുഷ്യസ്നേഹത്തിന്റെ മാതൃക കൂടിയായിരുന്നു അദ്ദേഹം. കാണിപ്പയ്യൂരിന്റെ ആരോഗ്യരംഗത്ത് ഒരു അധ്യായം അവസാനിക്കുമ്പോൾ യൂണിറ്റി ആശുപത്രിയെ ചികിത്സാരംഗത്ത് ശ്രദ്ധേയമാക്കി എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് അദ്ദേഹം മടങ്ങിയത്. നിലമ്പൂർ കോവിലത്ത് ശോഭവർമ്മയാണ് ഭാര്യ. ഡോക്ടർ സപ്ന വർമ്മ മകളും ഡോക്ടർ ബാലഗോപാൽ വർമ്മ മരുമകനുമാണ്. ചലച്ചിത്ര താരങ്ങളായ ഊർമിള ഉണ്ണി സഹോദരിയും സംയുക്ത വർമ്മ സഹോദരി പുത്രിയുമാണ്. ശ്വാസതടസ്സത്തെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:45 അന്ത്യം. സംസ്കാരം എറണാകുളത്ത് രവിപുരത്ത് നടന്നു.